ഓം ജയ് സായിറാം, നമ ശിവായ. ഇന്ന് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് മലയാളികൾ, വിഷു ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ. വിശ്വാസത്തിൻ്റെയും എൻ്റെയും പ്രത്യേകം ആശംസകൾ. നമ്മളെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയിരിക്കുന്ന ഈ ദിനത്തിൽ നമ്മൾ സ്മരിക്കേണ്ട ഒരു പ്രത്യേക രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ഭാരതത്തെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീര ജവാന്മാർ, അതുപോലെ തന്നെ നമുക്ക് അന്നം തരുന്ന കർഷകർ. ഈ രണ്ട് വിഭാഗത്തിലും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് അനവധി പേർ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ വീര ജവാന്മാർക്കും കർഷകർക്കും നമ്മളുടേതായിട്ടുള്ള സ്മരണ ഈ സമയത്ത് നമ്മൾ നിലനിർത്തണം. എല്ലാവർക്കും നമ്മളുടെ ആത്മാവിന് നമ്മളെ സംരക്ഷിച്ച് ജീവൻ പൊലിഞ്ഞ വീരജവാന്മാർക്കും കർഷകർക്കും ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമ്മൾ വിഷുദിനത്തിൽ വിഷുക്കണി ഒരുക്കാറുണ്ട്. വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മളുടെ മുഖം നോക്കുന്ന കണ്ണാട നമ്മളവിടെ വയ്ക്കാറുണ്ട്. നമ്മൾ വിഷുക്കണി കാണുന്നത് ആ കണ്ണാടയിൽ നോക്കിയിട്ടാണ്. എന്താണ് ഈ കണ്ണട വയ്ക്കാൻ കാരണം? അതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം. കണ്ണാടയിൽ നോക്കുമ്പോൾ നമ്മൾ ആരെയാണ് കാണുന്നത്? നമ്മളെ തന്നെയാണ് കാണുന്നത്. അതാണ് വേദോപനിഷത്തുകൾ പറയുന്ന അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ് സർവ്വതും, തത്വമസി, അതും നീ തന്നെയാണ്, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ ഉപനിഷത്ത് വചനങ്ങൾ അങ്ങേയറ്റത്തോളം, വേദവചനങ്ങൾ അങ്ങേയറ്റത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഈ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമ്മൾ കണി കാണുന്നത്. ഇതിൽ പരം വലിയൊരു സംസ്കാരം വേറെ ഏതാണുള്ളത്? ഈ ദിവസത്തിൽ നമ്മളെ അറിയുക. ഇംഗ്ലീഷിൽ പറയും ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആ മുഖം നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്, എന്നിൽ തന്നെ അവസാനിക്കുന്നു. ഈ വിഷുദിനത്തിൽ സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിഷുവാശംസകൾ. കൂടാതെ എല്ലാവരും നമ്മളുടെ സനാതനധർമ്മ സംസ്കാരത്തെ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. അതാണ് ഈ വിഷുദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ. ഓം ജയ് സായിറാം, നമ ശിവായ, വന്ദേ മാതരം.